ഹലോ ഫ്രണ്ട്സ്, കൃപാസനത്തിനെ പറ്റി ഞാൻ പറയുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്കാണെങ്കിൽ ഞാൻ ഷോർട്സുകളാണ് യൂട്യൂബിൽ കൂടുതലും ഇട്ടിട്ടുള്ളത്. ലോങ് വീഡിയോ പറ്റി ചിന്തിക്കുമ്പോഴെപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് കൃപാസനം തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും കൃപാസനത്തിന്റെ വീഡിയോ തന്നെ ഇട്ടത്. വേറെയൊക്കെ ഇങ്ങനെ അത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും റിവ്യൂ ചെയ്യാം, ഇങ്ങനെയൊക്കെ വരുമ്പോഴും പക്ഷെ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് കൃപാസനമാണ് വരുന്നത്. അതാണ് ഞാൻ അതിനെപ്പറ്റി തന്നെ അടുത്ത ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. ഞാൻ കൃപാസനത്തിന് പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തൊരു വ്യക്തിയൊന്നുമല്ല കേട്ടോ. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഓഫ് മൈ ഹസ്ബൻഡ് അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്ക് 5-ാം മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കൃപാസനം മറ്റുള്ള ചർച്ചകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആചാരങ്ങളിൽ നിന്ന് എനിക്ക് ദൈവവുമായിട്ട് ഒരു കണക്ഷൻ കൂടുതൽ വന്നത് കൃപാസനത്തിൽ വന്ന ശേഷമാണ്. അതിനു മുമ്പ് ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. പ്രാർത്ഥിക്കും, ഉറങ്ങാൻ മുമ്പ് പ്രാർത്ഥിക്കും, അങ്ങനെ ഒന്നല്ലാതെ ഒരു ദൈവവുമായിട്ട് ഒരു ബന്ധം, ഒരു സംസാരം ഒക്കെ വന്നത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. ഞാൻ ജോസഫ് അച്ഛനെ ഇതുവരെയും നേരി കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിയിട്ടില്ല. അങ്ങനൊരു ഭാഗ്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി പോയിട്ടുമില്ല. പോണം, ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില പള്ളിയിലൊക്കെ പോകുമ്പോഴല്ലേ അച്ഛനെ നമ്മളെ നേരിട്ട് കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് അച്ഛൻ നമ്മളെ ബ്ലെസ് ചെയ്യുന്നു എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇതില്ല അവിടെ എത്രയോ ജനങ്ങൾ വരുന്നുണ്ട്, എത്രയോ തിരിഞ്ഞ അവിടെ നിൽക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അച്ഛനെ കാണാൻ പറ്റണമെന്നില്ല. പക്ഷെ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങണമെന്നൊന്നുമില്ല. അവിടെ ഒന്ന് പോയാൽ പിന്നെ ഒരു പോസിറ്റീവാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യമാണ് കൃപാസനത്തിൽ പോയിട്ടുള്ളത്. എനിക്ക് സാക്ഷ്യം പറയാനും ഒരിക്കലല്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അച്ഛനെയും കണ്ടിട്ടുണ്ട് മീൻസ് ബ്ലെസ്സിങ്സ് വാങ്ങിയിട്ടില്ല. അവിടെ വരുന്ന പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അത്രയും ഇമ്പോർട്ടൻസ് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് മാത്രമേ അച്ഛനെ കാണാനുള്ള പെർമിഷൻ ഉള്ളൂ. പക്ഷെ അത് നല്ല കാര്യമാണ്. ഇത്രയും ആൾക്കാരെ വന്ന് അവരൊരു മനുഷ്യരല്ലേ, എല്ലാരെയും കാണാനുള്ള ഇതൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ തന്നെ അവിടെ പോയി നമ്മളെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്. അത് ഭയങ്കര ഒരു ഇതാ. എനിക്ക് ഒരിടത്ത് പോയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ഉടമ്പടി വസ്തുക്കളുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തപ്പോൾ ഉള്ള ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഉപ്പും ഉടമ്പടി തൈലവും ഒക്കെ. ഭയങ്കര ഇതാണ്. ഇപ്പൊ ജപമാലയൊന്നും എനിക്ക് അധികം പറയാൻ അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ജപമാല അങ്ങനെ പള്ളിയിൽ ഉള്ള വ്യക്തിയായിരുന്നില്ല. അപ്പോഴ് ജപമാലയൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയാണ് കേട്ടോ പഠിച്ചത്. യൂട്യൂബ് നോക്കി പഠിച്ച് ഞാൻ ഡെയിലി മുടങ്ങാതെ ഒരു ജപമാലയെങ്കിലും ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ വിട്ടുപോകും കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ജപമാല എന്തെന്ന് വെച്ചാൽ ഞാൻ മുമ്പൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇതെന്താ ഇവരിങ്ങനെ ഇതെന്താണ് ഇതിങ്ങനെ ചുമ്മാ നന്മ നിറഞ്ഞ മറിയമേ ഓരോ മണിയിലും ഇങ്ങനെ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എന്താ കാര്യം എന്നുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് ജപമാല പഠിച്ചിട്ടുള്ളവർക്ക്, ഇങ്ങനെ ചൊല്ലി നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഭയങ്കര ഒരു ഫുൾ ജപമാല പറഞ്ഞു തീരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഒരു ഭയങ്കര ഇതാണ്. നമ്മൾ എത്ര വിഷമത്തിൽ ഇരുന്നിരുന്നാലും നമുക്കൊരു ഫുൾ ജപമാല പറയുമ്പോൾ ഉള്ള ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അതുകൂടാതെ തന്നെ എനിക്ക് കൃപാസനത്തിൽ ഒരുപാട് ട്രോൾസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് ട്രോൾസുകളും കാര്യങ്ങളൊക്കെ. ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളൊരു ഫുഡ് കഴിച്ച് നമ്മൾ കഴിച്ച് നോക്കിയാലല്ലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അത് കൊള്ളാവോ അത് കൊള്ളൂലേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുമല്ല, നമ്മളൊരു ഫിലിം കണ്ടു അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു, നമുക്ക് അതിന്റെ റിവ്യൂ പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ അതൊന്ന് അനുഭവിച്ച് നോക്കണം, അല്ലേ? നമ്മളത് ഫീൽ ചെയ്താൽ നമ്മൾ എങ്ങനെയാ ഒരു റിവ്യൂ പറയുന്നത്? മനുഷ്യരുടെ കാര്യം എങ്ങനെയാണ്? നമ്മൾ ഒരാളെ അടുത്തറിയുക, അയാളായിട്ട് പെരുമാറുക, എന്നാലല്ലേ നമുക്ക് അവരെ എങ്ങനെയാണ് അവരെ ക്യാരക്ടർ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് മറ്റൊരാളുടെ വ്യൂയിലൂടെ നമ്മൾ എങ്ങനെയാ ഒരു കാര്യത്തിനെ റിവ്യൂ ചെയ്യുന്നത്? അത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ? എനിക്ക് കൃപാസനത്തിനെ പറ്റി ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെയല്ലേ? എന്തിനാണ് ആവശ്യമില്ലാതെ
ആവശ്യമില്ലാതെ നമ്മൾ ഫീൽ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയോ റിവ്യൂ പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ പബ്ലിസിറ്റി നേടി ഒരു മോശം ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ട്രോളും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൃപാസനത്തിന്റെ പത്രം എടുത്ത് ചമ്മന്തി അരച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നുപോലും കണ്ടു നോക്കിയിട്ടില്ല. ഇന്ന് വരെയും ഞാൻ കണ്ടു നോക്കിയിട്ടില്ല, കണ്ടു നോക്കാൻ ശ്രമിച്ചിട്ടുമില്ല, കാണാൻ താല്പര്യവുമില്ല. മനസ്സിലായില്ലേ? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണം തന്നെ നല്ലത്. മോളെയാണ് കേട്ടോ നോക്കിയത്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കൃപാസനത്തിൽ മാതാവാണ് എല്ലാം, യേശു അല്ല. അങ്ങനെയല്ല കേട്ടോ. കൃപാസനത്തിൽ യേശുവെ തന്നെയാണ് ആരാധിക്കുന്നത്. മാതാവിലൂടെ ഇപ്പോ അമ്മയിലൂടെയല്ലേ നമ്മൾ വരുന്നത്. അപ്പൊ മാതാവിലൂടെ ഈശോയിലോട്ട് അടുക്കാൻ മാതാവ് കൂടുതൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ജപമാല പറഞ്ഞു തുടങ്ങിയിരുന്നാലും നമ്മൾ ഈശോയിൽ നിന്നാ തുടങ്ങുന്നത്, കുരിശിൽ നിന്നല്ലേ തുടങ്ങുന്നത്. ഈശോയിൽ നിന്ന് തുടങ്ങി നമ്മൾ ജപമാല പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും കുരിശിൽ തന്നെയാണ്, ഈശോയെ തന്നെയാണ്. അപ്പൊ നമ്മള് ഇത്രയും നന്മ നിറവ് മറിയമേ എല്ലാം പറഞ്ഞ് യേശു നമ്മള് അവസാനം എത്തിച്ചേരുന്നത് ഈശോയിൽ തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, ഉടമ്പടി എടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഉടമ്പടി എടുത്തിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ ചുമ്മയാണ്, ഉടമ്പടി എടുത്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നുള്ളവർക്ക് ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ അതിൽ അച്ഛൻ പറയുന്ന കുറച്ച് നിബന്ധനകളുണ്ട്, നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. പിന്നൊരു കാര്യം, നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു അരമണിക്കൂർ മുടങ്ങാതെ ബൈബിൾ വായിക്കണം, അരമണിക്കൂർ വായിച്ചേക്കാം എനിക്ക് ബ്ലെസ്സിങ്സ് കിട്ടും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ എത്രത്തോളം നമ്മളായിട്ട് ദൈവത്തോട് അടുക്കണോ അപ്പം നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 2 അബോർഷനിൽ എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ട്വിൻസ് ആയിരുന്നു, പിന്നെ ഒരു കുഞ്ഞായിരുന്നു. എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്നാ ഡോക്ടറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് കുഞ്ഞ് കിട്ടിയത് എനിക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ മരിക്കും വരെയും പറയും. എൻ്റെ ഹസ്ബൻഡും പറയും, എന്നെ അറിയുന്നുള്ളവർക്കും അറിയാം. അത്രയ്ക്കാണ് ആ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. കുറച്ചു നേരം മാറിയപ്പോൾ മുഖം മുഴുവൻ കരിയാക്കി വെച്ചിരിക്കുന്ന കോലമാണ് കേട്ടോ കാണുന്നത്. മോളിരിക്കുന്ന യേശുവേ നന്ദി. അപ്പോൾ എനിക്ക് കൃപാസനത്തിൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് മോളെ കിട്ടൂലായിരുന്നു എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആദ്യം കൃപാസന ഓർമ്മ വരുന്നത്. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യും, വേറെ കണ്ടന്റുകളുള്ള വീഡിയോസും ചെയ്യും. ദൈവം എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.